ഗുഡ് മോർണിംഗ് കൽക്കട്ട. അത്ര വെയിലുണ്ടെങ്കിലും തണുപ്പാട്ടോ രാവിലെ. രാവിലെ നമ്മളൊരു കപ്പ് കാഫി ആയിട്ട് ടെറസിൽ വന്നിരിക്കുക. കാരണം ടെറസിൽ നിന്ന് ഈ വെയിലൊക്കെ കൊണ്ട് ഈ കോഫി കുടിക്കും കിട്ടുന്ന സുഖമുണ്ടല്ലോ, അടിപൊളി. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓട്സും മുട്ട പുഴുങ്ങിയതാണ്. അതപ്പം അതെല്ലാം കഴിച്ചിട്ട് ഇവിടുത്തെ ഒരു ചിക്കൻ കടയുണ്ട്. ആ ചിക്കൻ കടയിൽ പോയി ചിക്കൻ, ഇവിടെയൊക്കെ നമുക്ക് ചിക്കൻ നമ്മുടെ ആവശ്യത്തിന് 1/2 കിലോ അങ്ങനെയുള്ള മുറിച്ച് തരും കേട്ടോ. അങ്ങനെ ചിക്കൻ നമ്മൾ കുറച്ച് ചിക്കൻ മേടിച്ചു. നമ്മുടെ ഒരു ബംഗാളി ഫ്രണ്ടാണ് കുട്ടി, പുള്ളിക്കാരി ഇപ്പോഴും കളിയായിരിക്കും. പോകുന്ന വഴിക്ക് തന്നെ ഇതാ അവിടെ കുറച്ച് ചെറിയൊരു, ഇവിടെയാണ് ഈ കുറേ ജനങ്ങൾ അലക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലം. കുറേ താറാവുണ്ട് അവിടെ. ഞാൻ നേരെ കുറച്ച് കിച്ചണിൽ വന്ന് നമ്മുടെ പണി ആരംഭിച്ചു കേട്ടോ. ആദ്യം ബീട്രൂട്ട് തോരൻ വെക്കും, ബീട്രൂട്ട് മെഴുക്ക് വരട്ടി. അതിനുവേണ്ടി ബീട്രൂട്ട് കഴുകി ക്ലീനാക്കി വെച്ചു. അടുത്ത കിഴങ്ങ് സവോള എല്ലാം റെഡിയാക്കണം. കാരണം ഇന്ന് ഞാൻ ചിക്കൻ കറി ഞാനാണ് വെക്കുന്നത്. അങ്ങനെ നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതൊരു കൽക്കട്ട VS കേരള എന്ന് പറഞ്ഞ പോലെ ഒരു കോംബോ ആണ്. അങ്ങനെ ചിക്കൻ കറിയൊക്കെ റെഡിയായതിനു ശേഷം നമ്മളൊന്ന് ജസ്റ്റ് നടക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ അതൊക്കെ. നമുക്കിവിടെ വരുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒരു കാര്യം മഞ്ഞ ടാക്സിയാണ് കേട്ടോ. അതൊരു പ്രത്യേക ഒരു ലുക്കാണ് കാണാൻ. മഞ്ഞ ടാക്സി മാത്രമല്ല, ഇതേപോലത്തെ റിക്ഷകളുണ്ട്, ഒത്തിരി അങ്ങനെയുള്ള വണ്ടികൾ, ഊബർ, ഓല, അതുപോലെ റാപ്പിഡോ, അങ്ങനെ എല്ലാവിധ ഓൺലൈൻ സർവീസുകളും ഇവിടെ ഉണ്ട്. മെട്രോ അവൈലബിൾ ആണ്. ഇവിടുത്തെ മെട്രോ അധികവും ഭൂഗർഭ മെട്രോ കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് 2 കാര്യങ്ങൾക്കാണ് ഇന്നത്തെ യാത്ര. അത് നമ്മൾ ആദ്യം പോകുന്നത് മദർ തെരേസ ഹോം, അമ്മയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ അമ്മയുടെ ഖബറുണ്ട്, ഖബറിൽ പോയി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ അമ്മ ഉപയോഗിച്ച മുറി, അമ്മ ഉപയോഗിച്ച സാധനങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട്, പിന്നെ ഒരു മ്യൂസിയം ഉണ്ട് അവിടെ. അപ്പോൾ അതെല്ലാം കാണണം. അതുപോലെ അമ്മയുടെ നമുക്കൊരു എല്ലാവർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ്. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഇവിടെ എത്തുമെന്നും അമ്മയുടെ ഖബറെടുത്ത് പോയി പ്രാർത്ഥിക്കാൻ സാഹചര്യം കിട്ടുമെന്നും. എന്തായാലും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം അമ്മയുടെ ഖബറടത്തിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് ഫ്ലൈ ഓവേഴ്സും അതുപോലെ മെട്രോള്, പിന്നെ ഇതാണ് ട്രാമിൻ്റെ പാളമാണ് കേട്ടോ. 1873 അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഏറെക്കുറെ നിർത്തലാക്കിയിരിക്കുകയാണത്. ഏകദേശം 150 വർഷം പഴക്കം ഉണ്ടാവും തോന്നുന്നു. അപ്പം ട്രാംസ് ഈ റോഡിൽ കൂടെ പോകുമ്പോൾ ബെല്ലടിക്കും. അപ്പോൾ പിന്നെ നമ്മൾ മറ്റു വാഹനങ്ങൾ മാറ്റി കൊടുക്കും. അങ്ങനെ നമ്മളിപ്പോൾ അമ്മയുടെ വീട്ടിലെ എത്തിയിരിക്കുകയാണ്. ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയൊരു നമുക്കിഷ്ടപ്പെട്ട സാധനങ്ങൾ മേടിക്കാനുള്ള ഒരു ചെറിയ കടയുണ്ട്. അവിടെ നമ്മൾ സാധനങ്ങൾ മേടിച്ചിട്ട് നമ്മൾ നേരെ അമ്മയുടെ ഖബറെടുത്ത് കൊണ്ടുപോയി വെച്ച് പ്രാർത്ഥിച്ച് നമുക്കിത് വീട്ടിൽ കൊണ്ടുപോകുന്നതാണ്. സോൾസ് ഓഫ് പ്രെയർ ആർ സോൾസ് ഓഫ് ഗ്രേറ്റ് സൈലൻസ്, മദർ തെരേസ. അമ്മയുടെ ആ മഹത് വചനം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം കണ്ട് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. വീണ്ടും മഞ്ഞ ടാക്സി നമ്മൾ കൊതിയോടെ നോക്കിയിരിക്കുക കേട്ടോ. അവിടെ തൊട്ട് ഓപ്പോസിറ്റ് ഒരു ചർച്ച് ഉണ്ട്. നേരെ അവിടെ കയറി നമ്മൾ കുറച്ച് പ്രാർത്ഥിച്ചു. കാരണം പുതിയതായിട്ട് നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം പള്ളിയിൽ കയറി പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് നടക്കുമെന്നാണ്. എന്തായാലും ഒരു നല്ലൊരു വൈബായിരുന്നു, നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടി. അവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ഈ പറഞ്ഞ മാതിരി ട്രാമിൽ കയറാനുള്ള ആഗ്രഹം കൊണ്ടാണ്. ഇവിടുത്തെ ബസ്സൊക്കെ നല്ല വൃത്തിയാട്ടോ. ഇതേ ട്രാം വരുന്നുണ്ട്, ട്രാമിൽ കയറണം. അങ്ങനെ നമ്മൾ ട്രാമിൽ കയറി 6 രൂപയുള്ളൂ ലാസ്റ്റ് പോയിന്റ് വരെ കേട്ടോ. പക്ഷെ വലിയ സ്പീഡ് ഉണ്ടാവില്ല, ഒരു നോർമലി ഇങ്ങനെ പോവും. ഫ്രണ്ടിൽ വല്ല ബൈക്കുകാരൊക്കെ വട്ടാഞ്ചേരി തന്നെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് അങ്ങനെയൊക്കെ മണിയടിക്കും കേട്ടോ ഈ വണ്ടി പോകുമ്പോൾ. അപ്പോൾ നമുക്ക് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. അതുകൊണ്ടാണ് ഞാനിതിൽ രണ്ട് കമ്പാർട്ട്മെൻറ്റ്, 2 ബോഗികളാണുള്ളത്. അതുപോലെ ഒരു ട്രെയിനിനുള്ളിലുള്ള മാതിരി തന്നെ വലിയ വലിയ ഫാന് അതൊക്കെ ഉണ്ട്. എന്തായാലും എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് കൽക്കട്ടയും അതോടൊപ്പം തന്നെ ട്രാം.
അപ്പം ഈ വണ്ടി പോകുമ്പോൾ തന്നെ സൈഡിൽ കൂടെ ഓട്ടോറിക്ഷകൾ, മറ്റ് ബൈക്ക് യാത്രക്കാർ എല്ലാം പോകുന്നുണ്ട് കേട്ടോ. എന്തായാലും ഒരു 1873 തുടങ്ങിയതാണെന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ അത് ഏകദേശം 150 വർഷത്തിൽ മേലെയായി. പല സ്ഥലങ്ങളിലും നിർത്തലാക്കിയിട്ടുണ്ട്, കാരണം മെട്രോയുടെ വികസനങ്ങൾ, റോഡ് വികസനങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ചില മേഖലയിൽ മാത്രം ഇപ്പോഴും ഇത് ഓടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പം വിമർശനങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക്